ഹലോ മൈ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസുമായി ബന്ധപ്പെട്ട ഒരു കണക്റ്റഡ് പോയിന്റ് ആണ്. പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ, അതായത് റിന്യൂവബിൾ എനർജി സോഴ്സസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വൈദ്യുത ഉൽപാദനത്തിൽ അവയുടെ സംഭാവന, അതായത് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സിൽ നിന്നും എത്രയാണ് നമ്മളുടെ വൈദ്യുത മേഖലയ്ക്ക് ഇന്ത്യ നൽകുന്ന സംഭാവന. സൗരോർജം, കാറ്റുശക്തി, ബയോമാസ് ഇവ തന്നിട്ടുണ്ട്. ഇതിനകത്ത് അവരോഹണ ക്രമത്തിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കുറഞ്ഞതിൽ നിന്ന് കൂടിയതിൽ നിന്ന് ചെറുതിലേക്ക് കൊണ്ടുവരിക എന്നിട്ടുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സംഭാവന കുറയുന്ന ക്രമത്തിൽ, അതായത് ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്നവർ ഫസ്റ്റിൽ വരണം, അങ്ങനെ ആ ഒരു ഓർഡറിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് അത്യാവശ്യം സിമ്പിൾ ആയിട്ട് കിട്ടുന്ന കണ്ടന്റ് ആണ് സൗരോർജം, കാറ്റുശക്തി ആൻഡ് ബയോമാസ്. ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എന്നാലും ഈ ഒരു ഏരിയ ഡിഗ്രി ലെവലിന്റെ ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അത് പഠിച്ചു വെച്ചിരിക്കണം. പല പ്രാവശ്യം ഈ ഒരു എനർജി റിസോഴ്സസ് ചോദിച്ചിട്ടുണ്ട്. റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി റിസോഴ്സ് ഇലക്ട്രിസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് അവരുടെ സൈറ്റിൽ നിന്ന് 2023-24 കാലഘട്ടത്തിൽ ഓരോ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സിൽ നിന്നും ഉള്ള മെഗാവാട്ടിലാണ് നമ്മളിവിടെ കണ്ടന്റ് പറയുന്നത്. അവിടെ നിന്നുണ്ടാവുന്ന എനർജി സോഴ്സ് മെഗാവാട്ടിലാണ്. വിൻഡ് പവറിൽ നിന്നിട്ട് ഈ 3253.38 ആണ് പറഞ്ഞിരിക്കുന്നത്. 3253.38 മെഗാവാട്ടാണ്. സോളാർ പവറിൽ നിന്ന് 15,033 മെഗാവാട്ടാണ് പറയുന്നത്. സ്മോൾ ഹൈഡ്രോ പവറിൽ നിന്നിട്ട് 58.95 ആണ്. ബയോമാസിൽ നിന്ന് 107.34 ആണ് പറഞ്ഞത്. വേസ്റ്റ് ടു എനർജി 30.17, വേസ്റ്റ് ടു പവർ 1.60. ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ സൈറ്റിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത് ഓരോ വർഷാവർഷങ്ങളിൽ എത്ര കാര്യങ്ങൾ സംഭാവന ചെയ്തു, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്ര സംഭാവന ചെയ്തു എന്നുള്ള രീതിയിലാണ് ഈ അവരുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതനുസരിച്ചുള്ള ഡേറ്റാസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇത് പ്രകാരം സോളാർ പവർ വരുന്നുണ്ട്, അതിനുശേഷം വിൻഡ് പവർ, ദെൻ ബയോമാസ്. ഇപ്പൊ അവിടെ തന്നെ സൈറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഹൈഡ്രോ പവർ ഉപയോഗിച്ചത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്മോൾ ഹൈഡ്രോ പവറും പറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടുള്ള രീതിയിൽ 58.95. അതൊഴിച്ച്, അതായത് നമ്മൾ ജലത്തിൽ നിന്നിട്ടുള്ള കാര്യം ഒഴിച്ച് ബാലൻസ് ആയിട്ടുള്ള റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് ആണ് അവരുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചോദ്യവും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാവുന്നതായിരുന്നു. ഇനിയും അടുത്ത് നോക്കാം. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് വെച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പറയുമ്പം ഇത് ജിഗാ വാട്ടിലാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ മുമ്പേ മെഗാ വാട്ടിലാണ് പറഞ്ഞത്, ഇനി നമ്മൾ ജിഗാ വാട്ടിൽ, അതായത് 2 പോയിന്റ് അങ്ങോട്ട് മാറ്റി പറയും. ദാറ്റ്സ് ഓൾ. അതായത് ഇപ്പൊ ഓഗസ്റ്റ് 2024 അനുസരിച്ചിട്ട് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് ഇൻക്ലൂഡിംഗ് ലാർജ് ഹൈഡ്രോ പവർ ഹാവ് എ കമ്പൈൻഡ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓഫ്, മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 199.52 ജിഗാവാട്ട് ആണ് പറയുന്നത്. മൊത്തത്തിൽ എടുക്കുന്ന സമയത്ത് ലാർജ് ഹൈഡ്രോ പവറോട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 199.52 അക്കോർഡിംഗ് ടു ഓഗസ്റ്റ് 2024 അനുസരിച്ചിട്ടാ. ഇനി വിൻഡ് പവറിൽ നിന്ന് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്താണ്? 47.19 ജിഗാവാട്ട്. സോളാർ പവറിൽ നിന്നിട്ട് 89.43, ബയോമാസിൽ നിന്ന് 10.35 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്യാവശ്യം നമ്മൾ അത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. സ്മോൾ ഹൈഡ്രോ പവർ അതിന്റെ അടുത്ത വേരിയേഷൻ ആയിട്ടാണ് വരുന്നത്. വേസ്റ്റ് ടു എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത് 0.60 ജിഗാവാട്ട് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ വിൻഡ് പവർ 47.19, സോളാർ പവർ 89.43, ബയോമാസ് 10.35 ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വർഷങ്ങൾ അനുസരിച്ച് ഇതിന്റെ എനർജി ലെവൽ കൂടിക്കൂടി വരികയാണ്. സോ നമ്മളുടെ സൈറ്റിനകത്ത് നോക്കുന്ന സമയത്ത് ഈ ഓഗസ്റ്റ് 2024 എടുക്കുമ്പോൾ ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ടോട്ടൽ, അതായത് ലാർജ് ഹൈഡ്രോ പവറോട് ഇൻക്ലൂഡ് ചെയ്തിട്ട് 199.52 ജിഗാവാട്ട് ആണ് പറയുന്നത്. ക്ലിയർ? മറ്റേ കണ്ടന്റിനകത്ത് നമ്മൾക്ക് അവരുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് മെഗാവാട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തുവായാലും പ്രോബ്ലം ഇല്ല. ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2024 ആയപ്പോഴത്തേക്കും ഇത്രയും ലെവലിലേക്ക് ഇത് കുതിച്ചുയർന്നിട്ടുണ്ട്.
അതായത് വിൻഡ് പവറിൽ നിന്ന് നമ്മൾക്ക് 47 ജിഗാവാട്ട് ആണ് ഓർത്ത് വെച്ചേക്കേണ്ടത്. സോളാർ പവറിൽ നിന്ന് 89 ജിഗാവാട്ട് ആണ് പറയുന്നത്. ബയോമാസിൽ നിന്ന് 10. അപ്പൊ അത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് പരീക്ഷയ്ക്കകത്ത് വന്നത്. സോളാർ പവർ 89, വിൻഡ് പവർ 47, ബയോമാസ് 10.35. സ്മോൾ ഹൈഡ്രോ പവറിൽ നിന്നിട്ട് 5 ജിഗാവാട്ടും ലാർജ് ഹൈഡ്രോ മുമ്പ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് അവരുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 46.92 ജിഗാവാട്ട് ആണ് ലാർജ് ഹൈഡ്രോ റിലേറ്റ് ചെയ്ത് പറയേണ്ടത്. പിന്നെ വേസ്റ്റ് ടു എനർജി റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ 0.60 ജിഗാവാട്ടും വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പം വിൻഡ് പവറിൽ നിന്ന് 47, ഏകദേശം അതിന്റെ ഡബിളോളം ഡബിളിന്റെ എത്ര വരുന്നുണ്ട്. സോളാർ പവറിൽ നിന്ന് വരുന്നത്. ബയോമാസ് 3rd ഗ്രേഡിൽ വരുന്നു. സ്മോൾ ഹൈഡ്രോ പറയുന്നത് 5 ആണ്. ലാർജ് ഹൈഡ്രോ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് നോർമലി പറയുന്നത്. ഓപ്ഷനകത്ത് അതുകൂടെ ഉണ്ട് എങ്കിൽ നമുക്ക് സോളാർ പവർ, വിൻഡ് പവർ, ദെൻ ലാർജ് ഹൈഡ്രോ മാത്രം ചേരുമ്പോഴാണ്. അല്ലെങ്കിൽ ഏത് കൂടുതലായിട്ട് വരും, ലാർജും സ്മോളും കൂടെ ചേർത്തിട്ട് ടോട്ടൽ ഒരു 51 വരുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ അത് രണ്ടും 2 രീതിയിലാണ്. ലാർജ് ഹൈഡ്രോ പവറും സ്മോൾ ഹൈഡ്രോ പവറും രണ്ടും 2 രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെ കണ്ടോ 47.19 ഇത്. അപ്പൊ ഏറ്റവും കൂടുതൽ സോളാർ പവറിലാണ്, സെക്കൻഡ് വിൻഡ് പവർ ആണ്, ബയോമാസ് 3rd ആണ്. ഇപ്പൊ ഇത് രണ്ടും കൂടെ പറയുമ്പോൾ അങ്ങനെ. ഇനി സ്മോൾ ഹൈഡ്രോ ആയിരുന്നെങ്കിൽ അതിന്റെ അടുത്തതായിട്ട് വന്നേരം, വേസ്റ്റ് ടു എനർജി അതിന്റെ താഴെയായിട്ട് വന്നേരം. ലാർജ് ഹൈഡ്രോ മാത്രം വലുതായിട്ട് മാത്രം ചോദിക്കുവാണെങ്കിൽ നമ്മൾക്ക് ഇതിന് തൊട്ട് താഴെയായിട്ടേ നിൽക്കത്തുള്ളൂ. രണ്ടും കൂടെ ഒന്നിച്ച് ചോദിക്കുവാണെങ്കിൽ, ഹൈഡ്രോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഏത് വന്നേരം, സോളാറിന് ശേഷം അത് വന്നേരം എന്ന കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് കുറച്ച് കാര്യങ്ങളൂടെ പറയാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു പോയിന്റൂടെ കൃത്യമായിട്ട് പഠിക്കണം. കാര്യം നമ്മൾക്ക് ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഉള്ള കാര്യങ്ങളൂടെ പഠിച്ചു വെച്ചിരിക്കണം. അതായത് India has set a target to reduce carbon intensity of the nation's economy by less than 45% by the end of the decade, achieve 50% cumulative electric power installed by 2030 from renewables. അപ്പം 2030 ആകുമ്പോഴത്തേക്കും 50% മൊത്തത്തിലുള്ള ഇലക്ട്രിക് പവർ മൊത്തത്തിൽ ക്യുമുലേറ്റ് ചെയ്യും എന്നിട്ടാണ് ഇവര് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നെറ്റ് സീറോ കാർബൺ എമിഷൻ ഏത് വർഷത്തേക്കാക്കും എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. 2070 സീറോ കാർബൺ എമിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സീറോ കാർബൺ എമിഷൻ ഏത് വർഷത്തേക്കാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത് വരുന്നത്? 2070. അപ്പം നമ്മൾക്ക് മൊത്തം നൽകുന്ന ഇലക്ട്രിക് പവറിൽ നിന്ന് 2030 ആകുമ്പോഴത്തേക്കും ഈ റിന്യൂവബിൾ ആയിട്ടുള്ള, അതായത് പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് നമ്മൾ നൽകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50% എന്നിട്ടാണ് ഒരു ഏകദേശ കണക്ക് വരുന്നത്. ഓക്കെ. ഇനി ഇന്ത്യ എയിംസ് ഫോർ 500 gigawatt ഓഫ് റിന്യൂവബിൾ എനർജി ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ബൈ 2030. 2030 ആകുമ്പോഴത്തേക്കും എത്ര ജിഗാവാട്ട് ടോട്ടൽ ആകും? 500 ജിഗാവാട്ട്. ഇപ്പോഴത്തേക്ക് എത്ര ആയിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ കഴിഞ്ഞ പേജിനകത്ത് കണ്ടത്. 199 ആയിരിക്കുന്നത്. ഇനി 6 years കൂടെ ഉണ്ട്. ഓരോ വർഷവും ഇതിന്റെ അളവ് നല്ല രീതിയിലാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സിൽ നിന്നിട്ട്. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. നെറ്റ് സീറോ കാർബൺ എമിഷൻ ഏത് വർഷത്തേക്കാണ് ഇന്ത്യ അച്ചീവ് ചെയ്യുന്നത്? 2070. റിന്യൂവബിൾസിൽ നിന്ന് 2030 എത്ര പെർസെന്റേജ് എന്ന് ചോദിക്കുമ്പോൾ 50% ആണ്. എത്ര ജിഗാ വാട്ട് എന്ന് ചോദിക്കുമ്പോൾ എത്ര പറയണം? 500 ജിഗാവാട്ട് എന്നിട്ടുള്ള കാര്യവും കൃത്യമായിട്ട് തന്നെ പറഞ്ഞു വെച്ചിരിക്കണം. ഓക്കെ. അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ PDF റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ GK കണക്റ്റഡ് പോയിന്റ്സിലേക്ക് 599 ആണ്. ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇനി 10th ലെവൽ പ്രിലിംസ്, സെക്രട്ടറിയേറ്റ് OA, ലാബ് അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാത്സ് ഒഴികെയുള്ള ടോപ്പിക്കാണ്. അത് ലൈവ് സെഷൻസ് ആണ് വരുന്നത്. മൺഡേ മുതൽ സാറ്റർഡേ വരെ മോർണിംഗിലാണ് ക്ലാസ് വരുന്നത്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് റെക്കോർഡ്സും അവൈലബിൾ ആയിരിക്കും, PDF അവൈലബിൾ ആയിരിക്കും. ഓക്കെ. താല്പര്യമുള്ളവർക്ക് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. താങ്ക്